on the stage. അങ്ങനെ അവസാനം അവരെല്ലാവരും ഒത്തുചേർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അവരെന്ന് പറഞ്ഞ അവരത്ര നിസ്സാരക്കാരൊന്നും അല്ല കേട്ടോ. സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരാ. സൃഷ്ടാവിനേക്കാൾ പേരെടുത്ത സൃഷ്ടികൾ സർവശ്രീ ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞ്, പോലീസ് മൂരാജി, പണ്ട് മുത്തപ്പ, പാത്തുമ്മാന്റെ ആട്. അവരെത്തിയപ്പോ അദ്ദേഹം തന്റെ ചാരു കസേരയില് മാങ്കോസ്റ്റിൻ ചുവട്ടിൽ ഇളം കാറ്റേറ്റ് മയങ്ങുകയായിരുന്നു. താൻ വഴിയിലിറക്കി വിട്ട കഥാപാത്രങ്ങൾ ഇപ്പോഴെന്ത് ചെയ്യുന്നു എന്ന ആദിയിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തുമ്മിക്കൊണ്ടിരുന്നു. അവരെത്തിയപ്പോൾ അദ്ദേഹം കേടാകടിയ തുമ്മല് കാച്ചി. മധുര സുന്ദര സുരഭില നിലാവെളിച്ചം. രാജകുമാരി സുജ ബലിഹാരി അവർക്കിതിന് മൂലി ബിരിയാണി വേണ്ടോ? മൂലി ബിരിയാണി അഖില ഭാരത വിപ്ലവമാകും. അതിന്റെ വിശപ്പ് മാറ്റം. ഓ ഇങ്ങനെ നിങ്ങളെ കഥ നിന്നാ വഴി നിർത്തി. ഓ വലിയൊരു കഥാകാരൻ. വലിയ കഥാകാരൻ എന്താ നിങ്ങൾക്ക് ഞാൻ അതിൽ പുഴി മണ്ടമുത്തപ്പയാകുന്നു. ഓ മണ്ടമുത്തപ്പയാണില്ലേ നമ്മൾ ഒറ്റക്കണ്ണ പോക്കൻ. അല്ലെങ്കിലും ഈ നാട്ടില് ചാണകത്തിന് ഒരു വിലയില്ല. ചാണകത്തിന് കേട്ടും തന്നെ ആൾക്കാർക്ക് ചിരിയാ. അതേലോ മഹാത്മാവിനെക്കാണെങ്കിൽ പേരിന്റെ കാര്യത്തിൽ പരാതിയൊന്നും ഇല്ലല്ലോ. പേരിൽ പൊൻകുറിച്ച് തുടങ്ങിയിട്ടുണ്ടാ തൊഴിലുകളിൽ അങ്ങനാക്കിയേ. നമ്മളെല്ലാവരും വേഷം കെട്ടി തെരുവിലിറക്കി ഇദ്ദേഹത്തോടെ തർക്കിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇയാൾ ഇനിയും തന്റെ ഭാഗം ന്യായീകരിക്കാൻ പുതിയ പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കും. ആയതിനാൽ നമുക്ക് നമ്മുടെ ഹർജി ഇദ്ദേഹത്തെ എത്തിച്ച് പരിഹാരമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഹർജിയോ? ഹർജി ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എഴുത്തുകാരന് തന്റെ കഥാപാത്രങ്ങൾ നൽകുന്ന ഭീമ ഹർജി. പാത്തുമാനായിട്ട് പോലെ വെറുതെ കഥാപാത്രങ്ങളെ പഠിച്ചു വിട്ടാ പോരാ. ഒരു ജീവിച്ചോ മരിച്ചോ കുറിച്ചതൊക്കെ നോക്കണ്ടേ. ബഹുമാന്യനും സകലജീവി സ്നേഹിയുമായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന അങ്ങ് പ്രേമലേഖനം എന്ന കഥ എഴുതുകയും അതിലെ നായികാനായകന്മാരായ സാറാമ്മ എന്ന ക്രിസ്ത്യാനിക്കും കേശവൻ നായർ എന്ന നായർക്കും
ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ആകാശമിട്ടായി എന്ന പേര് തീരുമാനിച്ചിരുന്നതായിരുന്നല്ലോ. എടീ, സുരഭില നിലാവെളിച്ചമേ. സാറാമ്മ ഒരു സ്ത്രീ ആയിരുന്നതിനാലും കേശവൻ നായർ ഒരു പുരുഷനായിരുന്നതിനാലും വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ കുട്ടി ജനിച്ചില്ലെങ്കിൽ നാട്ടുകാർ അടക്കം പറഞ്ഞു തുടങ്ങുമെന്നതിനാലും സാറാമ്മ കൃത്യസമയത്ത് പ്രസവിച്ചു. അങ്ങ് പറഞ്ഞതുപോലെ അവരാ കുട്ടിക്ക് ആകാശമിട്ടായി എന്ന് പേരിട്ടു. ആകാശമിട്ടായി ജനിച്ചോ? ജനിച്ചേ. ആകാശമിട്ടായി ജനിച്ചേ. സാറാമ്മക്കു കേശവൻ നായർക്കു ജനിച്ചേ. പക്ഷേ കുട്ടി കണ്ടതാരാ? ആരാ? ഞമ്മളെ. എന്ത് കളി മക്കൂതി? ആകാശമിട്ടായി ജനിച്ചേ. ആകാശമിട്ടായി ജനിച്ചേ. ആകാശമിട്ടായി ജനിച്ചേ.
ജീവികളെ കെട്ടിയിട്ട് വളർത്താൻ പാടില്ല എന്നാ വല്ലാത്തൊരു പുതുമല്ലേ. ഓ അല്ലോ അല്ലേ വേണ്ട പിന്നെ കിട്ടൂല. അങ്ങോട്ട് വിട്ടായിരുന്നാ അങ്ങോട്ട് വിട്ടായിരുന്നാ ആളുകളെ ബഹുമാനിച്ചു ആദരിച്ചു. എന്തിന് ഇലക്ഷനെ നിർപ്പിച്ചില്ലേ? അത് അതെന്റെ കുട്ടാ. ഈ ആനമക്കാരിക്കാരെ പുന്നാര മോളെ കുഞ്ഞിപ്പതുമ പറയുമ്പോ ഈ ചടക്കേരി പറയാൻ കേട്ടാ. അത് ശരിയാ. ഈ മുത്തപ്പാനെ കണ്ട മണ്ടനായിട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനായ മുത്തിക്കണ്ട പോക്കറിന് എന്റെ മോൾ സൈനമാന ഇവര് കെട്ടിച്ചൊന്നില്ലേ? എന്താ കാര്യോ? അതോ എന്റെ കുട്ടല്ല മോന്റെ ബുദ്ധി. ഇതൊക്കെ സത്യമറിയോ? ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളത് മണ്ടന്മാർക്കാ. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും മണ്ടന്മാരാ. ഓലിക്ക് ബുദ്ധി പറഞ്ഞെടുക്കുന്ന ആരാ? സ്ത്രീകളുടെ ബുദ്ധിയെ കുറിച്ച് താങ്കളുടെ പരാമർശിക്കേണ്ട സാഹചര്യം എന്താണ്? അങ്ങനെ ഈ പൊട്ടനോട് ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ അറിയാത്ത രഹസ്യം നമ്മളിവിടെ പറയാൻ പോവാ. നമ്മളുടെ എല്ലാവരും ഇഷ്ടമായ മൂപ്പരുണ്ടല്ലോ. ആര്? മുഹമ്മദ് ബഷീർ. മൂപ്പരൊരു മാറ്റമില്ലാത്ത ചിന്നാതി. മൂപ്പര കഥാപാത്രങ്ങളും ഈ ഭൂമിയുടെ അടുത്തോളം കാര്യം. പക്ഷേ എന്ത് പക്ഷേ ഈ തകഴിഞ്ഞല്ലോ സൃഷ്ടിച്ചിട്ടില്ലാതെ അതൊരു കിടാവായിരുന്നു. പൊലക്കാൻ വെറുതെ ആളുകൾ മണ്ട മുതപ്പാറ കഴിക്കണേ. എടാ മണ്ട കേസ് വന്നാണ് സാറാമെ പ്രേമിച്ചിനാ. ഓല് കല്യാണം കഴിക്കണ മനുഷ്യന്മാരെന്തിനാ കല്യാണം കഴിക്കുന്നേ? പൊറാട്ട തിന്നാനാ? സാങ്കേതികമായും അതിനുള്ള ഉത്തരം അതാണെങ്കിലും ആന്തരികമായി അതിനല്ല. മനുഷ്യന്മാര് കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു പത്മ പറയാണ് ആകാശപ്പെട്ടായിട്ട് ജനിക്കാം. പക്ഷേ ജീവിക്കാൻ പറ്റൂല. അത് എന്റെ കുറ്റം. എന്റെ കുറ്റം തന്നെയാ. ഏനാക്കളായിട്ട് തന്നെ എടുക്കണോ? ജീവൻ വെച്ചാല് എടങ്ങാറാ. അല്ലെങ്കിൽ അമ്മയ്ക്ക് പോകാൻ പറ്റുക. പള്ളിയിൽ പോകാൻ പറ്റുക. സ്കൂൾ പോകും. പ്രായന്മാരെ സ്കൂൾ പോകാൻ പറ്റുക. സ്കൂൾ പോകാൻ പറ്റുക. വെറും ആകാശത്തായി പേര് കേട്ടാ മതിയാ. ജാതിയിലെ മതത്തിന്റെ കുളത്തിലെ ഈ ചെറുതായിരുന്നു. ആകാശത്തായി നായകത്തായി കൊലുണ്ടായിരുന്നു പറഞ്ഞ് ആൾക്കാരെ തൊട്ട് അക്കൂലെ. അപ്പൊ ചെറുത ചെയ്യൂ.
മജീദ് സുഹറെ സ്നേഹിച്ചതുപോലെ കേശവൻ നായർ സാറാമ്മയെ പ്രണയിച്ചതുപോലെ നീയും പണ്ടമുണ്ടമ്മ കാറ്റുപാടും പ്രണയിച്ചതുപോലെ നമ്മൾ കുഞ്ഞി പത്മ സാറാമ്മയെ സ്നേഹിച്ചതുപോലെ
നോക്ക്, എന്തെല്ലാം തരത്തിലുള്ള മരങ്ങളാ ഈ മണ്ണിൽ വളർന്നു നിൽക്കുന്നത്. ഈ കാറ്റിൽ ഇപ്പോഴാണ് എല്ലാ മരങ്ങൾക്കും നരം കൊടുത്തല്ലേ അത് കൊടുക്കുന്നത്. ഇതൊന്നും തമ്മിൽ തല്ലുന്നില്ല, വഴക്കൂടുന്നില്ല. പക്ഷേ മനുഷ്യന്റെ കാര്യത്തിലോ മതിലുകളിൽ വേർതിരിവുകളിൽ വെറുപ്പാണുള്ളത്. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വിവരണ്ടെന്ന് വിളിച്ചോരെങ്കിലും ഇവർക്ക് മാത്രം ചെയ്ത ജീവിയുടെ പേരാ മനുഷ്യൻ. പോലീസാണോ പട്ടാപകൽ നാട് റോട്ടിലെ പെൺകുട്ടിയുടെ കേറി കുട്ടികൾ ഈർപ്പാട് കേട്ടിട്ട് കഴിഞ്ഞ് പിടിക്കാം. ഇമ്മാതിരി തൊള്ളേപ്പെടാന്ന് വർത്തനം പണ്ടൊരു ചങ്ങായി പറഞ്ഞു. ഒരാളെ ചെയ്താലോ കുരിശുമ തൂക്കിക്കൊന്ന്, രണ്ട് കൈയിൽ വാണി അടിച്ചു കുരിശുമ അങ്ങനെ തൂക്കിക്കൊന്ന്. കുരിശുമ തൂക്കിക്കൊല്ല മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതൊക്കെ പണ്ടുള്ള കാലം, അതൊക്കെ മാറി. കാലമേ മാറിയിട്ടാ മനുഷ്യന്മാർക്കൊന്നും ഒരു മാറ്റമില്ല. ഞാൻ എട്ടുകാരി മമ്മൂട്ടി എല്ലാ കാലത്തുണ്ടേ ആനവാരിയും പൊൻകുരിശും ഒറ്റക്കണ്ണരും എല്ലാ കാലത്തുണ്ടേ ചീട്ടുകാരിയും തളവും എല്ലാ കാലത്തുണ്ടേ എല്ലാ കാലത്തുണ്ടേ പാലക്കാട് മമ്മൂട്ടി എല്ലാ കാലത്തുണ്ടേ താമരയും കേസ് വന്നാൽ ഓരോ നാട്ടില് ഒരു കാര്യം ആവശ്യമില്ല. അതന്നെ ഓര് മാത്രമല്ല ഓർക്കിട കുട്ടികളും ഈ നാടിന് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പോകുകയാണ്. അടിക്ക് പോലത്തെ ഓരോ കൈയാണ് അടിക്ക് പോലത്തെ. എന്നാൽ മനസ്സിലുള്ള തുരുമ്പളെ വരെ ഇത് തന്നെയാ നല്ലത്. ജന്മം തന്നവരോടല്ലേ യാചിക്കാൻ പറ്റൂ. എന്നെ എനിക്ക് കൊന്നേരുവോ? ഇല്ല ഇല്ല മോനെ, കൊല്ലാൻ അവകാശം ഞങ്ങൾക്കില്ല. പോറ്റി വളർത്തി ഈ നാടിന് മകത്തായി സന്ദേശം നൽകുവാനാ നീ എന്നെ കൊന്നത്തെ ഞങ്ങൾ തന്നത്. എത്ര വേദനിച്ചാലും എത്ര കവിത്താലും കാണാൻ പറ്റും കേസെന്നെത്തും. ആകാശമിട്ടായി സംരക്ഷിച്ച് മതിയാക്കും. എത്ര നാളായി അച്ഛ ഞാൻ ഈ വേദന സഹിക്കുന്നത്, ആളുകൾ കളിയാക്കിയിരിക്കുന്നത്, ഒറ്റപ്പെടുത്തുന്നത്. എന്നെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് ഞാൻ എന്ത് ജീവിക്കണം? പറ പറ പറ. നീ പറഞ്ഞതാ ശരി. എനിക്ക് നന്നായി നാൽപ്പുഴ ഒരു കാലത്ത് നന്നായി ആഗ്രഹമില്ലാത്ത ഈ സമൂഹത്തിന് വേണ്ടി ഒരു എഴുത്തുകാരൻ സ്വപ്നം കാണരുത്. നമ്മൾ പ്രയത്നിച്ചതല്ലേ ഇവർക്ക് പറയുന്നില്ല. ഈ സമൂഹം ാകുന്നോണ്ട് വരച്ചത് നമുക്ക് അയാളോട് ചോദിക്കാം.
പോലെ അവർക്കെല്ലാവർക്കും കുട്ടികൾ പിറന്നു. ഡിങ്ങിടിക്കാവോ, ചപ്ലാത്തി, ഉൾട്ടാപ്പൻ, ഇന്ത്യ, കൊടുങ്കാറ്റ്, അങ്ങനെ ആയിരക്കണക്കിന് ആകാശമുണ്ടായി. ഈ ലോകം